Hi everyone, welcome back to English Ladder. Many a time you might have felt some words are a bit confusing because they have got the same pronunciation but different spellings. അങ്ങനെയുള്ള വാക്കുകളെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. So those words are called homophones. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? Let's begin with the first word. First word എന്ന് പറയുന്നത് it is board. നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നത് ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന ടീച്ചറെ ആയിരിക്കും അല്ലേ? അങ്ങനെ ഒരു ചിത്രമല്ലേ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക? Yes, that is a board. Okay, the teacher is writing on the blackboard. അപ്പോൾ വേറെ ബോർഡ് എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. സോ ദാറ്റ് ഇസ് BORED. നമുക്ക് ബോറടിക്കുന്നു എന്ന് പറയുന്നതിലും സ്പെല്ലിംഗ് വേറെ ആണെങ്കിലും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ സെയിം ആണ് കേട്ടോ. സോ ഹൗ ഡു യൂസ് ദാറ്റ്? ഐ എം ഗെറ്റിംഗ് ബോർഡ് ഡൂയിങ് ദ സെയിം തിങ് എവറി ഡേ. എല്ലാ ദിവസവും ഒരേ കാര്യം ചെയ്ത് എനിക്ക് ബോറടിക്കുന്നു എന്ന് പറയാനാണ് അത് യൂസ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ ടു യു. ദ ഫസ്റ്റ് വേർഡ് ഇസ് ബോർഡ്. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് വേർഡ് ഇസ് വൺ. വൺ എന്ന് പറയുമ്പോൾ തന്നെ യു വുഡ് ബി തിങ്കിങ് അബൌട്ട് ദിസ് നമ്പർ വൺ അല്ലേ? സോ ദാറ്റ് ഇസ് റൈറ്റ്. സോ അതിന് എക്സാമ്പിൾ പറയുന്നത് ഷീ ടേൺസ് 1 ടുമോറോ. അതായത് അവൾ നാളെ 1 വയസ്സ് തികയാണ്, അവൾക്ക് നാളെ 1 വയസ്സ് തികയുന്നു എന്ന് നമ്മൾ പറയും അല്ലേ? അതായത് 1 എന്നുള്ള നമ്പർ. ഇനി അപ്പോൾ അടുത്ത 1 എന്താണ്? വിൻ എന്ന വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ്. ഓക്കെ, അതായത് ജയിച്ചു എന്ന് പറയാൻ വേണ്ടി വി യൂസ് ദ വേർഡ് വൺ. ദേ വൺ ദ മാച്ച്. അതായത് അവർ കളിയിൽ ജയിച്ചു എന്ന് പറയാനാണ് നമ്മളുടെ second one use ചെയ്യുന്നത്. Okay, so ONEWON. These are the two ones. Okay, I hope that's clear too. Now the third word, peace. Peace എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സമാധാനം എന്നാണ് ഓർമ്മ വന്നത്, അതോ ഒരു കഷ്ണം എന്നുള്ളതാണ്? രണ്ടിനും പീസ് എന്നാണ് പറയുന്നത് കേട്ടോ. സോ ദ ഫസ്റ്റ് വൺ ഇസ് സമാധാനം അല്ലേ? പീസ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ നോർമലി ഒരു സമാധാനം എന്നുള്ള രീതിക്ക് പറയുന്നു. ഹൗ ഡു യു ഗിവ് എൻ എക്സാമ്പിൾ? There will be no peace until she gets what she wants. അവൾക്ക് വേണ്ടത് കിട്ടുന്ന വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെ പലരും പറയാറുണ്ടാവില്ലേ പേരൻസ്? സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സമാധാനം എന്നുള്ളതിനാണ് PEACE. സോ ദ അതർ വൺ ഇസ് PIECE. അതെന്താ? ഒരു കഷ്ണം. I asked for a piece of cake to my colleague. She didn't give me. എനിക്കൊരു പീസ് കേക്ക് ചോദിച്ചിട്ട് തന്നില്ല എന്ന് നമ്മൾ പറയില്ലേ? അതാണ് ഒരു കഷ്ണം എന്നുള്ളതിൻ്റെ അർത്ഥമാണ് PIECE. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വേർഡ്. വാട്ട്സ് ദാറ്റ്? മെയ്ഡ്. കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഷീ മെയ്ഡ് എ ഡിലീഷ്യസ് കേക്ക് യെസ്റ്റർഡേ. അതായത് ഇന്നലെ അവളൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കി എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ മെയ്ഡ് എന്ന് യൂസ് ചെയ്യുന്നത്. MADE. സോ വാട്ട്സ് അതർ മെയ്ഡ്? ഇറ്റ്സ് MAID. അത് കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവണം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഇറ്റ് ഈസ് സപ്പോസ് ടു ബി എ പേഴ്സൺ ഹൂ ഹെൽപ്സ് അസ് ടു ഡു സം വർക്ക്. ഓക്കെ, സോ മെയിൻലി ഹൗസിലും അല്ലെങ്കിൽ ഹോട്ടൽസിലും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരെ പറയുന്ന പേരാണ് മെയ്ഡ്. എ പേഴ്സൺ ഹൂ ഹെൽപ്സ് us അറ്റ് ഹോം ഓർ ഹോട്ടൽ ഓർ വെയർ എവർ ഇറ്റ് ഇസ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ലെഫ്റ്റ് എ നോട്ട് ഫോർ മൈ മെയ്ഡ് ടു ക്ലീൻ ദ റെഫ്രിജറേറ്റർ. അതായത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനൊരു നോട്ട് എഴുതി വെച്ചിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന അവർക്ക് വേണ്ടി. അതായത് എൻ്റെ റെഫ്രിജറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളത്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ മെൻറ്റ് ബൈ ദിസ് സെൻറ്റൻസ്. ഓക്കെ, സോ അതുകൊണ്ട് വേറെ അർത്ഥമൊന്നുമില്ല. എ പേഴ്സൺ ഹു കംസ് ആൻഡ് ഹെൽപ്സ് us ടു ക്ലീൻ. സോ MADE ആൻഡ് MAID. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ ടു. നൗ ദ നെക്സ്റ്റ് വേർഡ് ഇസ് പ്ലെയിൻ. പ്ലെയിൻ എന്താ? പ്ലെയിൻ എന്ന് കേൾക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല എക്സൈറ്റ്മെൻ്റ് ആണല്ലേ? ഞാൻ പ്ലെയിനിൽ നാളെ പോവുകയാണ് എന്ന് പറയും. യെസ്, ദാറ്റ് ഇസ് എയ്റോപ്ലെയിൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് PLANE. അതിനൊരു എക്സാമ്പിൾ എന്താ പറയുക? ഐ എം ഗോയിങ് ടു ബോർഡ് ദ പ്ലെയിൻ ഇൻ 20 minutes. 20 മിനിറ്റിനുള്ളിൽ ഞാൻ പ്ലെയിൻ ബോർഡ് ചെയ്യും എന്ന് പറയും. സോ വാട്ട്സ് അതർ പ്ലെയിൻ? ഹി ലൈക്സ് ടു വെയർ പ്ലെയിൻ ഷർട്ട്സ്. അതായത് പ്ലെയിൻ ആയിട്ട് ഡിസൈൻ ഒന്നുമില്ല, ഡെക്കറേഷൻസ് ഒന്നുമില്ല, ഇറ്റ്സ് വെരി പ്ലെയിൻ. അതാണ് PLAIN. ഓക്കെ, ദ നെക്സ്റ്റ് വേർഡ് ഇസ് ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം എന്ന് തോന്നുന്നുണ്ടാവില്ലേ? അത് കറക്റ്റാണ്, BREAK. പക്ഷെ അതിന് തന്നെ 2 മീനിങ് ഉണ്ട് കേട്ടോ. വൺ ഇസ് യു ബ്രേക്ക് ഇൻ ടു പീസസ്, ഒടിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അതല്ലെങ്കിൽ അർത്ഥം എന്താ? ടേക്ക് എ ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ യുവർ വർക്ക്. അതായത് ഒരു ബ്രേക്ക് എടുക്കൂ എന്ന് പറയുന്നതിലും BREAK എന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ട്സ് ദ നെക്സ്റ്റ് ബ്രേക്ക്? അതെല്ലാവർക്കും അറിയാം കേട്ടോ, വണ്ടിയുള്ള എല്ലാവർക്കും അറിയാം. ബിക്കോസ് ഇഫ് യു ഡോണ്ട് ഹാവ് ബ്രേക്സ് യു വിൽ ഫോൾ ഡൗൺ അല്ലേ? സോ ദാറ്റ് ഇസ് ബ്രേക്ക്. വെഹിക്കിളിൻ്റെ ബ്രേക്ക് തന്നെയാണ് നമ്മൾ BRAKE എന്ന് പറയുന്നത്. ഷീ ഹാസ് നോ ബ്രേക്സ് ഓൺ ഹർ ബൈസിക്കിൾ. അത് ബ്രേക്കേ ഇല്ലാത്തൊരു ബൈസിക്കിളാണ് അവളുടെ കയ്യിലുള്ളത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ബ്രേക്ക്.
ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ് ഇസ് നോ. നോ എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ വിചാരിക്കരുത്, അതല്ല, അതുണ്ട്, NO, ദാറ്റ് ഇസ് വേണ്ട അല്ലെങ്കിൽ ഇല്ല. ഓക്കെ, ഷീ സേസ് നോ ടു എവറിത്തിങ്. അതായത് അവൾ എപ്പോഴും എന്ത് പറഞ്ഞാലും നോ എന്ന് മാത്രമേ പറയുള്ളൂ, വേണ്ട അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രമേ പറയുള്ളൂ എന്നുള്ളതിനാണ് NO, നോ. വാട്ട്സ് അതർ നോ? അറിയാം എന്ന് പറയുന്നതിനല്ലേ. ഹീ നോസ് എവറിത്തിങ്, അവനെല്ലാം അറിയാം. സോ ആ അറിയാം എന്ന് പറയുന്നതിനും നമ്മൾ നോ എന്ന് പറയും. ബട്ട് ദ സ്പെല്ലിംഗ് ഇസ് ഡിഫറെൻറ്റ്. അവിടെ ഒരു സൈലൻറ്റ് ലെറ്ററൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ബട്ട് ദ പ്രൊനൗൺസിയേഷൻ ഇസ് സെയിം. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് എന്താ? KNOW. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണല്ലേ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഹോമോഫോൺസ് ഒക്കെ എന്തിനാണെന്നുള്ളത്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ. പക്ഷേ ഇഫ് യു യൂസ് ഇറ്റ് കറക്റ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ഫോർ യു. പക്ഷേ കറക്റ്റ് കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് പ്രൊനൗൺസിയേഷനിൽ അതൊരു പ്രോബ്ലം അല്ല. എഴുതുമ്പോഴാണ് ഹോമോഫോൺസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ബിക്കോസ് യു ഹാവ് ടു റൈറ്റ് ദ സ്പെല്ലിങ്സ് കറക്റ്റ്ലി. That's all guys. So until I meet you next time, bye bye, take care.